അത് നിങ്ങളൊരു പ്രണയകാലത്തിന്റെ ചരട് പിടിച്ചാണെന്ന് തോന്നുന്നു. അതെ. ആന്നോ? കുറെ കാലത്തിന് മുമ്പാണോ? ഒരു 4-5 years ഒന്നിച്ച് അഭിനയിച്ചപ്പോ കണ്ടുമുട്ടിയതാണോ? അതോ അല്ല ഞാൻ പ്രണയമായിരുന്നു. ജെൻസി പ്രണയം എന്ന് പറയാൻ പ്രണയം എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞ വല്ല വാട്സപ്പോ വല്ല ഫേസ്ബുക്കോ സോഷ്യൽ മീഡിയയോ അതിന്റെ ഇൻവോൾവ്മെന്റ് ഉണ്ട്. പക്ഷെ കംപ്ലീറ്റ്ലി അത് മാത്രം എന്ന് പറയാൻ പറ്റില്ല. ഒരു പഴയകാല ടൈപ്പ് ഒരു ആക്രമണം നടന്നത് ഇല്ല. ഞാൻ തിരുവനന്തപുരത്ത് കളരിപ്പയറ്റ് പഠിപ്പിക്കുമായിരുന്നു. ഞാൻ ആക്ടറാണ്. അപ്പൊ അതിന്റെ കൂടെ കളരിപ്പയറ്റും പഠിപ്പിക്കുന്നുണ്ടായിരുന്നു. അതെ. അപ്പൊ അത് ഞാൻ പഠിപ്പിച്ച സെന്ററിലേക്ക് സോണിയ വരുന്നുണ്ടായിരുന്നു. കളരി പിടിക്കാൻ വരുന്നുണ്ടായിരുന്നു. അല്ല, സോണിയ ഒരു ഫേമിൽ HR-ആയിട്ട് വർക്ക് ചെയ്യുമായിരുന്നു. അപ്പൊ അങ്ങനെ ആ ടീം ലീഡ് ചെയ്ത് കൊണ്ടുവന്നത് നമ്മുടെ സെന്ററിലേക്കാണ്. അങ്ങനെ അവിടെ വെച്ചിട്ടാണ് കാണുന്നത്. പിന്നെ അവിടെ നിന്ന് ഒരു ഫ്രണ്ട്ഷിപ്പ് ആയിരുന്നു. അത് പ്രണയത്തിലേക്ക് മാറിയതാണ്. ചേരുംപിടി ചേർന്നോ? ചേർന്നു. ചേരാൻ കുറെ കാലം എടുത്തോ? കുറച്ച് ദിവസം. ഈ കളരി പിടിച്ചോ അതിന്റെ ഇടയ്ക്ക്? കളരി എന്റെ ഗുരു ആയിരുന്നു. ഓൺലൈനായിട്ട് ഞാൻ പഠിച്ചിരുന്നു. ആരാ ഇത് ആദ്യം പറഞ്ഞത്? അത് അദ്ദേഹമായിരുന്നു. പ്രണയത്തിന്റെ കളരി ഉണ്ടല്ലോ, അദ്ദേഹമാണ്. അന്ന് ശോഭിച്ച് മടങ്ങിപ്പോയോ അതോ? അന്ന് ഞാൻ പറഞ്ഞില്ല. അതിനുശേഷം പിന്നെ കുറച്ച് ദിവസം എടുത്തതിന് ശേഷമാണ്. ഈ കളരിക്കാരന്റെ കൂടെ ജീവിച്ചിട്ട് ബാലൻസ് ഷീറ്റ് പരിശോധിക്കുമ്പോൾ എന്തുവാ സംഭവം? ടാലിയാണ്. അപ്പൊ അഞ്ജു, കാര്യങ്ങളൊക്കെ എങ്ങനെ ഇരിക്കുന്നു? സുഖമായിട്ടിരിക്കുന്നു, നന്നായിട്ട് പോകുന്നു. കെട്ടിയവൻ കൂടെ ഇല്ലേ? കെട്ടിയവൻ ജോലിക്ക് പോയി. എന്ത് പറ്റി? ഇത് പ്രമാണിച്ചു പോയതാന്നോ? ജോലി ബാംഗ്ലൂരാ. അപ്പൊ എനിക്കൊന്ന് അഞ്ജു കയറി പ്രണയിച്ചാന്ന് തോന്നുന്നു അല്ലേ? ഞാൻ പ്രണയിച്ചതാ. എവിടെ വെച്ച് കണ്ടുമുട്ടിയത് സ്കൂളിലാണ്. പക്ഷെ പ്രണയിച്ചത് അത് കഴിഞ്ഞിട്ടൊരു 10-12 കൊല്ലം കഴിഞ്ഞിട്ട്. സ്കൂൾ ഒരുമിച്ച് പഠിച്ചോ? സ്കൂളില് +1 അല്ലേ? അന്ന് കോഴ്സ് കഴിഞ്ഞ് പോയി. കോഴ്സ് കഴിഞ്ഞ് പോയി. പിന്നെ എവിടെ വെച്ച് കണ്ടുമുട്ടി? വീണ്ടും ഇത് വേണ്ടാത്തൊരു പരിപാടി ഓർക്കാൻ വീണ്ടും കണ്ടുമുട്ടിയത് മേ ബി കോവിഡ് ഒക്കെ കഴിഞ്ഞിട്ടൊരു കൂട്ടുകാർ തന്നെയായിരുന്നു ഞങ്ങൾ അപ്പോഴും. അഞ്ജുന്റെ ബാൻഡൊക്കെ അടിച്ചു പൊളിക്കാന്ന് പറയുന്നുണ്ട്. അല്ലയോ? അത്യാവശ്യം കുഴപ്പമില്ല കാര്യങ്ങളൊക്കെ നമ്മുടെ ജെൻസി കുട്ടികളായിട്ട് കയറ്റിമുട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. നല്ലല്ലേ സാർ? സന്തുഷ്ടയാണോ ജീവിതത്തില്? വളരെയധികം, 100% പറയാം അല്ലേ? ഓക്കെ പ്രൊഫസർ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.